ഇന്ന് നിങ്ങൾ കാണാൻ പോണത് ഒരു റോൾ പ്ലേ അപാരതായിട്ട. എന്താണ് റോൾ പ്ലേ എന്നുള്ളത് വഴിയെ ഞാൻ പറഞ്ഞുതരാം. എങ്ങനെ ഇരിക്കുന്നത്? ഈ എഗ്രിമെന്റും കൊണ്ടാണ് നമ്മുടെ ഗ്രൂപ്പ് 4 എന്ന് നമ്മുടെ റോൾ പ്ലേ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അവർ സബ്മിറ്റ് ചെയ്യാൻ പോകുന്ന എഗ്രിമെന്റ് ആണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചത് കേട്ടോ. ദെൻ നമ്മൾ കോളേജിലെത്തിയപ്പോൾ എല്ലാ ക്ലാസ് റൂമിലും നല്ല തിരക്കാണ്. വേറൊന്നല്ല, എല്ലാവരും ഡ്രസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. സോ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. എല്ലാവരുടെ ഡ്രസ് ചേഞ്ചിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഓരോരുത്തരും മിററിൽ നോക്കിയിട്ട് സ്വയം ചിരിച്ച് ചാവണ ഒരു അവസ്ഥ കേട്ടോ. സംഭവം ഇതൊരു കോമഡിയാണ്. എന്താണ് ഈ റോൾ പ്ലേ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാവേ. അതായത് നമ്മുടെ 9th സെമ്മിൽ ലോ സ്റ്റുഡൻസിന് ഉണ്ടാകുന്ന ഒരു സബ്ജക്റ്റാണ് ADR എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് റെക്കോർഡും വൈവയും ഉണ്ടാവും. അതുപോലെ തന്നെ ഇതൊരു സ്കിറ്റ് പോലെയാണ് നമ്മൾ ഈ റോൾ പ്ലേ ചെയ്യുന്നത്. ഇതിലൂടെയാണ് നമുക്ക് മെയിനായിട്ട് മാർക്ക് വീഴുന്നത് കേട്ടോ. ഇതിലെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്, അതുപോലെ തന്നെ വെൽ പ്രിപ്പയർഡും കൂടെയാണ്. ബട്ട് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഫ്രണ്ട്സ് ആണ് ഇങ്ങനെ കോലം കെട്ടിയിരിക്കുന്നത് ആയതുകൊണ്ട് തന്നെ നമുക്ക് മുഖത്തോട് മുഖം നോക്കുമ്പോഴത്തേനും ചിരിച്ച് ചത്തു പോകുന്നൊരവസ്ഥയാട്ടോ. എങ്ങനെ നമ്മൾ ചെയ്യുന്നു ഒരു ഐഡിയ ഇല്ല, കാരണം മുഖത്തോട് നോക്കുമ്പോൾ തന്നെ ചിരി വരുന്നുണ്ട്. എൻ്റെ കൂടെ വീഡിയോക്ക് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സാധനങ്ങളാണ് എൻ്റെ ഗ്രൂപ്പിൽ മാത്രം ഞാൻ ചെയ്യാറില്ല, ഇതുവരെയും ചെയ്തിട്ടില്ല. കാരണം ജനിച്ചപ്പോ കാരണന്മാർക്ക് നല്ല ഭംഗി. കൃത്യസമയത്ത് തന്നെ നമ്മളെല്ലാവരും കൂടെ മുട്ട്കോട്ട് ഹാളിൽ എത്തിയിരുന്നു കേട്ടോ. നമ്മൾ വന്നിട്ട് മിസ്സുമാരൊന്നും വന്നിട്ടില്ല. എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ, എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്നും നോക്കി. അങ്ങനെ ഇതേ മിസ്സുമാരൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ റോൾ പ്ലേ സ്റ്റാർട്ട് ആയിട്ടോ. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും അഭിനയിച്ച് തകർത്തു തന്നെ. ഗാർസിയ ഗബ്രിയൽ ഡി ഫെർണാണ്ടസിന്റെ ബുക്സ് ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? അതിലെന്താ പറഞ്ഞാക്കിട്ടെന്ന് അറിയാവോ? പറഞ്ഞു കൊടുക്കണേ. 5 രൂപയ്ക്ക് അഭിനയിക്കാൻ പറഞ്ഞാൽ 500 രൂപയ്ക്ക് അഭിനയിച്ച് തകർക്കുന്ന സാധനങ്ങളാട്ടോ എൻ്റെ കൂടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉഷാറായിട്ട് റോൾ പ്ലേ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും അഭിനയ സിംഹങ്ങളായതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മൾ കോംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സംഭവം എന്തായാലും അടിപൊളിയായിട്ട് ഞങ്ങൾ കഴിഞ്ഞിട്ട് റോൾ പ്ലേ അവിടെ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുറത്തുനിന്നൊരു വിളി വന്നത്. നമ്മുടെ 8th സെമ്മിൻ്റെ റിസൾട്ട് വന്നതെന്നുള്ള കാര്യം. ഇത് അറിഞ്ഞതോടെ ഞെട്ടലോടെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയിട്ടാ. ശരിക്കും പറഞ്ഞാൽ എല്ലാം വരുമ്പോൾ ഓട്ടോ പിടിച്ച് വരാമെന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. സംഭവം എന്തായാലും ഓൾമോസ്റ്റ് എല്ലാവരും പാസ്സായതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം.